ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വെക്കുന്ന ഒരു ഡൗട്ടാണ്, സാറേ ആക്ച്വലി 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ, എങ്ങനെ നമുക്ക് ഈ അതർ ലോസ് എന്ന് പറഞ്ഞൊരു പോർഷനിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം? അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പാർട്ട് നമ്പർ 2 നമ്മളുടെ അതർ ലോസ് ഉള്ളത് 30 മാർക്സ് ആണ് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ 30 മാർക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ സാധാരണ ആ പറഞ്ഞ 12 ചാപ്റ്റേഴ്സ് പഠിക്കുന്ന പോലെ നമ്മളൊരു സിമ്പിൾ ലാംഗ്വേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മൾ ക്ലാസ്സസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ലാംഗ്വേജ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ലാംഗ്വേജ് ആണ്. അപ്പോൾ നോർമലി സ്റ്റുഡൻസ് ചെയ്യുക ഈ ചാപ്റ്റേഴ്സിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുകയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒരു ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യമേ ഞാൻ വെയിറ്റേജിലേക്കാണ് പോവുക. വെയിറ്റേജിൽ എല്ലാ ചാപ്റ്റേഴ്സിനും ഒരേ വെയിറ്റേജ് ആണോ? അല്ല. നമുക്കറിയാം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ലാംഗ്വേജ് നിങ്ങൾക്ക് വരിക ഈ പറഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിലാണ്. ആണോ? യെസ്. അതിൻ്റെ വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണോ? അതെ. അപ്പോൾ ഇത് നമ്മൾ പറയത്തില്ലേ, അതായത് ഒരു പ്രശ്നം കാരണം നമ്മൾ ബാക്കി എല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതൊരിക്കലും പാടില്ല. അപ്പോൾ ഇവിടെ നോക്കി, ദ ജനറൽ ക്ലോസസ് ആക്ട് 1897 എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. 30 to 40 സാറ് പറയുമ്പോൾ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, എഴുതുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് ശ്രമിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിലോ, ഈ പറഞ്ഞ ജനറൽ ക്ലോസസിൽ ലാംഗ്വേജ് വളരെ സിമ്പിളാണ്. ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ ഈ ജനറൽ ക്ലോസസുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇവിടെ നമ്മൾ കുറച്ച് ആക്ട്, റിപ്പീല് അങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്, അതായത് ചിലത് കോമൺ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ്, അതായത് ഞാൻ ഈ ഫേമ ഞങ്ങൾ തൽക്കാലം മാറ്റി നിർത്തുകയാണ്. ചാപ്റ്റർ നമ്പർ 1 ചാപ്റ്റർ നമ്പർ 2 നമ്മൾ ചെയ്യേണ്ടത് എല്ലാം പഠിക്കുന്നതിന് പകരം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ നമുക്കറിയാം 7 പ്രൈമറി റൂൾസും 2 സെക്കൻഡറി റൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആണോ? യെസ്. അപ്പോൾ ഈ പ്രൈമറി റൂൾസിൽ 7ൻ്റെയും ആദ്യം എന്ത് ഓർത്ത് വെക്കുക? ഹെഡിങ് ഓർത്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് രണ്ടും ഉണ്ടാകും. ഞാൻ ഒരിക്കലും അത് ചെറുതായിട്ട് വരും അല്ലെ സിമ്പിളായിട്ട് വരും എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 7th റൂൾ എജുസിഡം ജനറിസ് നമ്മൾ പറയും, പ്രൊനൗൺസിയേഷൻ ഡസൻറ്റ് മാറ്റർ. ഓക്കെ, അത് എഴുതുമ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ എഴുതി പഠിക്കാൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആണ്. കാരണം നമ്മൾ ഇവിടെ ഇടുന്ന എഫേർട്ട് വേറൊരു ചാപ്റ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ പകുതി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ എഫേർട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം എഴുതാൻ പോകരുത്. നിങ്ങൾ മെയിനായിട്ട് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിന് എന്തുണ്ടാക്കുക, നിങ്ങൾ നിങ്ങളുടേതായ ഈ പറഞ്ഞ ജനറൽ ക്ലോസസിന് എസ്പെഷ്യലി നിങ്ങൾക്ക് കുറച്ച് ലാംഗ്വേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇമ്പോർട്ടൻ്റ് ആയുള്ള വേർഡ്സ് എന്താണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ നിങ്ങൾക്ക് സാരാംശം റെഫർ ചെയ്യുന്നു. സാരാംശം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്നിക്കൽ കീ വേർഡ്സ് നിങ്ങൾക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ ഫസ്റ്റ് ചെയ്യേണ്ടത് വെയിറ്റേജ് ബേസ്ഡ് സ്റ്റഡിയാണ്. ഞാൻ ആദ്യമേ പറയാൻ പോകുന്നത് വെയിറ്റേജ് ബേസ്, അതായത് 1ഉം 3നും കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? കാരണം ഇവിടെയും 25 ആണ്, പക്ഷെ അവിടെ 10% എന്താണ് കൂടുതലുണ്ട്. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതിനാണ്, സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ഇതിനാണ്. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇതിന് തന്നെ കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ഇവിടെ സിമ്പിളാണ്. ഇതൊരു ജനറൽ ലാംഗ്വേജ് ആണ്. കുറച്ച് കീവേഡ്സ് നമ്മൾ ഓർത്ത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, എങ്ങനെ അക്വയർ ചെയ്യണം, പ്രൊഹിബിറ്റഡ് ട്രാൻസാക്ഷൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് കറന്റ്, മെയിൻ ആയിട്ട് ഇതൊക്കെ നമ്മൾക്ക് MCQനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു 3rd ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ടെന്നും MCQ അതേപോലെ തന്നെ ATQ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്, DTQ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ അതർ ലോസിൽ എത്ര ചാപ്റ്റർ ഇനിയുള്ളൂ? 2 ചാപ്റ്ററല്ലേ ഉള്ളൂ. അതായത് ഈ ഫെമ എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ള ചാപ്റ്റേഴ്സില്ലേ, നമ്മുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഈ LLP പോലെയും അതേപോലെ തന്നെ നമ്മുടെ ഡിവിഡൻഡ് പോലെയും അതൊരു ചാപ്റ്റർ മാത്രമാണ് ഓർത്ത് വെക്കുക. കാരണം ഡിവിഡൻഡിൽ എന്താണ് സ്റ്റെപ്സ്, കാൽക്കുലേഷൻസ്, കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഫെമയിൽ എന്താണ് സെയിം ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ എന്താ ചെയ്യുക, വെയിറ്റേജ് ബേസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ഇമ്പോർട്ടൻസിൽ ഓർത്ത് വെക്കുക, നിങ്ങൾ ഈ ലാംഗ്വേജ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ചാപ്റ്ററിലായിരിക്കും. ആ ചാപ്റ്ററിന് രണ്ടാമത് വെക്കുക. എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിനെ പഠിക്കുക. ഇവിടെ കുറച്ച് നമ്മുടെ സ്വന്തം ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ പല പ്രൊവിഷൻസും എക്സ്പ്ലനേറ്ററി ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഫംഗ്ഷനറീസ്, അവരുടെ പവേഴ്സ്, അതേപോലെ തന്നെ റിപ്പീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്താണ് ജനറലൈസ് ചെയ്ത് ഇവിടെ പറയുന്നുണ്ട്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ആണ്. ഇവിടെ നമുക്കറിയാം 4 ഹെഡിങ്സ് ഉള്ളത് അല്ലേ? എന്തൊക്കെ ഹെഡിങ്സ് ഉള്ളത്? പ്രൈമറി റൂൾസ് ഉണ്ട്, സെക്കൻഡറി റൂൾസ് ഉണ്ട്, ഇന്റർണൽ എയ്ഡ്സ് ഉണ്ട്, എക്സ്റ്റർണൽ എയ്ഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് എക്സ്റ്റർണൽ എയ്ഡ്സ് വിടുക.
സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നമുക്ക് സ്വന്തം ലാംഗ്വേജ്, ഇറ്റ്സ് നോട്ട് എ ലാംഗ്വേജ്, ഇറ്റ്സ് നോട്ട് എ സെക്ഷൻസ്, റൈറ്റ്? ഇറ്റ്സ് നോട്ട് എ സെക്ഷൻസ്. ഇന്റർലൈറ്റ്സ്, ഇറ്റ് ഈസ് എൻ എക്സ്പ്ലനേഷൻ. അവിടെ അതേപോലെ എഴുതാൻ നമുക്ക് പറ്റുന്നില്ല, അതേപോലെ എഴുതാൻ വേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ എവിടെ മാത്രമാണ് നമുക്ക് വരിക? പ്രൈമറി റൂൾസിലും സെക്കൻഡറി റൂൾസിലും മാത്രമാണ് നമ്മൾ എഴുതുന്ന ആ ലാറ്റിൻ ടെർമിനോളജി വളരെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത്. അത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. സാറേ ഈ സിമ്പിൾ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക, 30ൽ 30 മേടിക്കാൻ വേണ്ടി അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നും മേടിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുക. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ റെക്കോർഡ് ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ ചാപ്റ്റർ അത്യാവശ്യം 3-4 മണിക്കൂർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈൻ ബൈ ലൈൻ എന്താണത് ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഒരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്, എങ്ങനെ മെറ്റീരിയൽ അതിന് ഐഡന്റിഫൈ ചെയ്യാം, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് ക്ലാസ് വേണ്ടവർക്ക് അത് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അല്ലെ, എങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഷോർട്ട് നോട്ട്സ് ആകുക. ഇത് സാരാംശം പഠിച്ചാലും അധികം സാരാംശം നിങ്ങൾക്ക് ചില സമയത്ത് ലാംഗ്വേജ് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിൽ ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു എജൂസിഡം ജനറീസ് എന്നൊരു സംഭവം നോക്കിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ഹെഡൻസ് റൂൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൂൾ നോക്കിയെന്ന് വെച്ചോ, ആ റൂളിൻ്റെ ഹെഡിങ് എഴുതി. ഇപ്പോൾ നിങ്ങൾ മിസ്റ്റീഫ് റൂൾ എഴുതി, അതിനുശേഷം അതിൻ്റെ അകത്ത് വരുന്ന കേസ് ലോസ് എഴുതി, അതിൻ്റെ അകത്ത് വരുന്ന 4 പോയിന്റ്സ് അടുത്ത് എന്നാന്ന് എഴുതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോരോ സെറ്റ് പഠിച്ച് വെക്കുക. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് അങ്ങോട്ട് എഴുതുക. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടി. ഞാൻ ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ ഒന്നും തന്നെ അല്ല കേട്ടോ പറയുന്നത്, ജസ്റ്റ് ബേസിക് ആയ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുവെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെറിയ രീതിയിൽ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മുന്നോട്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതേ ചാനലിൽ തന്നെ നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ ചാനൽ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സസ് വേണ്ടവർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഓൾ ദ വെരി ബെസ്റ്റ്.